കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പി കിരണിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കലൂർ PMLA കോടതി തള്ളി. നേരത്തെ ഇടക്കാല ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു. PR അരവിന്ദാക്ഷനും CK ജിൽസിനും ഹൈക്കോടതി ജാമ്യം നൽകിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യാപേക്ഷ. 2023 ജനുവരിയിൽ നൽകിയ ജാമ്യാപേക്ഷ പ്രതിഭാഗം തന്നെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഇടക്കാല ജാമ്യാപേക്ഷ കലൂർ PMLA കോടതി കഴിഞ്ഞ സെപ്റ്റംബറിൽ തള്ളിയിരുന്നു. ബിനാമി പേരുകളിൽ 24 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് കിരൺ നടത്തിയത്. ഇതിൽ 14 കോടി തട്ടിപ്പിന്റെ ആസൂത്രകൻ P സതീഷ് കുമാറിന് കൈമാറുകയായിരുന്നു. ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പിന് മറപിടിച്ചത്. 23 വയസ്സിലായിരുന്നു ആദ്യ ലോൺ എടുത്തത്. 40 ബിനാമി പേരുകളിൽ ലോൺ എടുത്ത കിരണിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു എല്ലാ പണവും എത്തിയത്. എന്നാൽ ബാങ്കിനെ വഞ്ചിച്ചുള്ള പണം ഷെൽ കമ്പനികളിലും ബിനാമി പേരുകളിലുമായിരുന്നു നിക്ഷേപിച്ചിരുന്നത്. പ്രതികളിൽ മറ്റു പലരുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടിയപ്പോൾ കിരണിന്റെ പേരിലുള്ള സ്വത്തുക്കൾ ഇഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കേസിൽ റിമാൻഡിലായിരുന്ന PR അരവിന്ദാക്ഷനും CK ജിൽസിനും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെയാണ് നേരത്തെ നൽകിയ ജാമ്യാപേക്ഷ വീണ്ടും പ്രതിഭാഗം കൈമാറിയത്. ജാമ്യാപേക്ഷയെ ED ശക്തമായി എതിർത്തു. നേരത്തെ P സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ കിരണിനെതിരെയും പരാമർശങ്ങൾ ഉണ്ടെന്ന് ED ചൂണ്ടിക്കാട്ടി. ഒന്നാം ഘട്ട കുറ്റപത്രത്തിൽ ആകെയുള്ള 55 പ്രതികളിൽ P സതീഷ് കുമാറും PP കിരണുമാണ് റിമാൻഡിൽ തുടരുന്നത്. ജനം, കൊച്ചി.